അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്മുൽ ജലാല അല്ലാഹ്. അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയുടെ അസിൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 4 അക്ഷരങ്ങളാണ് അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നാമത്തേത് ഹംസത്തുൽ വസിൽ, 2 ലാമുൽ ഊല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലാമ്, മൂന്നാമത്തേത് ലാമുസാനി അതായത് രണ്ടാമത്തെ ലാമ്, നാലാമത്തേത് ഹ. ഇങ്ങനെ 4 അക്ഷരങ്ങളാണ് നമുക്ക് അല്ലാഹു എന്ന ഇസ്മുൽ ജലാലെ മഹത്തായ നാമത്തിൽ കാണാൻ സാധിക്കുക. അതിൽ ലാമുസാനിയുടെയും ഹാഇന്റെയും അതായത് മൂന്നാമത്തെയും നാലാമത്തെയും അക്ഷരങ്ങൾക്കിടയിൽ ഒരു അലിഫ് മദ്ദക്ഷരം ചേർത്തുകൊണ്ടാണ് നമ്മൾ അല്ലാഹു എന്ന പദത്തെ ഉച്ചരിക്കാറുള്ളത്, എന്ന നാമത്തെ ഉച്ചരിക്കാറുള്ളത്. അല്ലാഹു. ഇനി അത് വഖഫ് ചെയ്യുകയാണെങ്കിൽ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ ഉച്ചരിക്കാറുള്ളത്. അതായത് അതിന്റെ ഇടയിൽ എന്താണ്, നമ്മൾ അലിഫ് കാണാറില്ല എങ്കിലും നമ്മൾ അതിനെ ഉച്ചരിക്കാറുണ്ട്. മുസ്ഹഫുകളിൽ നമുക്ക് അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയിൽ ഹാഇന്റെയും ലാമിന്റെയും ഇടയിൽ അലിഫ് കാണാൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ അതെന്താക്കണം, ഉച്ചരിക്കണം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അറബി ഭാഷയിൽ 2 തരത്തിലുള്ള ഇസ്മുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് തനിയെ ഉണ്ടായ ഇസ്മ, ഉദാഹരണത്തിന് ഖമർ, ജബൽ, ഷംസക്ക പോലെയുള്ള പദങ്ങൾ അല്ലെങ്കിൽ ഇസ്മുകൾ. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഫിഅലിൽ നിന്ന് ഉണ്ടാകുന്ന ഇസ്മുകൾ. ഉദാഹരണത്തിന് കതബ എന്ന ഫിഅല്. കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ് അർത്ഥം. കതബ എന്ന ഫിഅലിൽ നിന്നാണ് കാത്തിബ്. കാത്തിബ് കാത്തിബ് എന്ന് പറഞ്ഞാൽ റൈറ്റർ, എഴുത്തുകാരൻ എന്നാണ് അർത്ഥം. കതബ എന്നത് ഫിഅലാണ്. ഫിഅല് എന്ന് പറഞ്ഞാൽ വേർബാണ്, എഴുതി. വേർബ് എപ്പോഴും എന്തായിരിക്കും, ഫിഅൽ എപ്പോഴും എന്തായിരിക്കും, ഒരു ടൈമിനെ കുറിക്കുന്നതാണ് അല്ലെ. എഴുതി പാസ്റ്റ് ആണ്, എഴുതി അല്ലെങ്കിൽ എഴുതുന്നു, എഴുതും. ഇതൊക്കെയാണ് ഫിഅൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വേർബ് എന്ന് പറയുന്നത്. എന്നാൽ മറിച്ച് ഇസ്മ എന്ന് പറയുമ്പോൾ എന്താണ്, ഇസ്മിന് എന്തുണ്ടാവില്ല, കാലം ഉണ്ടാവില്ല. നോക്കേട്ടെ, കതബ എന്ന് പറഞ്ഞാൽ എഴുതി, കാത്തിബ് എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ. ഇതേ കതബയിൽ നിന്നാണ് നമുക്ക് കിതാബ് ഉണ്ടായിരിക്കുന്നത്. കിതാബ് എന്താണ്, പുസ്തകം. കിതാബ് പുസ്തകം. അപ്പൊ അതാണ് 2 തരത്തിലുള്ള ഇസ്മ. അതായത് ഒന്ന് ഷജറത്ത്, ഖലമ്, ജബല് പോലെയൊക്കെയുള്ള അതിന്റെ അസില് തന്നെ ഇസ്മാണ്. അങ്ങനെയുള്ള ഇസ്മുകളും ഉണ്ട്. ഇതുപോലെ ഫിഅലുകളിൽ നിന്ന്, വേർബിൽ നിന്ന് എന്തുണ്ടാക്കുക, ഇസ്മ ഉണ്ടാക്കുക. ഇങ്ങനെ 2 തരത്തിലുള്ള ഇസ്മുകളാണ് നമുക്ക് അറബി ഭാഷയിൽ കാണാൻ സാധിക്കുക. ഇവിടെ അല്ലാഹു എന്ന ഇസ്മുൽ ജലാല തനിയെ ഉണ്ടായ ഇസ്മാണെന്നും അതല്ല അലിഹ എന്ന ഫിഅലിൽ നിന്ന് ഉണ്ടായതാണ് എന്നും 2 അഭിപ്രായങ്ങളും നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. ആ 2 കൂട്ടർക്കും, 2 കൂട്ടർ പണ്ഡിതന്മാർക്കും അവർക്ക് അതിൻ്റെതായ കണ്ടെത്തലുകളും അതിൻ്റെതായ കാരണങ്ങളും ഉണ്ട്. നമുക്ക് ആ 2 അഭിപ്രായങ്ങളെയും നോക്കാം. അലിഹ എന്ന ക്രിയയുടെ, ഫിഅലിന്റെ, വേർബിന്റെ അർത്ഥം ആരാധിച്ചു എന്നാണ്. അലിഹ, അലിഹ, ആരാധിച്ചു. ഫിഅലാണ്, വേർബാണ് അല്ലെങ്കിൽ ക്രിയയാണ്. ഈ അലിഹ എന്ന ഫിഅലിൽ നിന്നാണ് ഇലാഹ് എന്ന പദം ഉണ്ടായിരിക്കുന്നത്, ഇലാഹ് എന്ന ഇസ്മുണ്ടായിരിക്കുന്നത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, ദൈവം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അങ്ങനെ പറയാം. യഥാർത്ഥത്തിൽ ഇലാഹ് എന്ന അറബി പദത്തെ, ആ ഒരു അറബി നാമത്തെ മുഴുവനാക്കാൻ പറ്റുന്ന ഒരു മലയാള പദം നമുക്ക് ലഭ്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അങ്ങനെയാണ് നമ്മൾ അർത്ഥം പറയാറ്. അല്ലാഹു അല്ലാതെ ദൈവമില്ല എന്ന് നമ്മൾ അർത്ഥം പറയാറില്ല. അതിന്റെ കാരണവും അത് തന്നെയാണ്. ഇലാഹ് എന്ന
അറബി പദത്തിന് സമാനമായ ഒരു മലയാള വാക്ക് നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. ആരാധ്യൻ, ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, കുറഞ്ഞു പോവും. അതൊരിക്കലും ആ പദത്തെ കംപ്ലീറ്റ് ആക്കുന്നില്ല. എല്ലാ ആരാധനകൾക്കും എല്ലാ വഴിപ്പെടലുകൾക്കും അടിസ്ഥാനപരമായി അർഹനായിട്ടുള്ളവൻ, അതാണ് ഇലാഹ്. ഈ ഇലാഹ് എന്ന നാമം അൽ ഇലാഹ് എന്ന് ആവുമ്പോൾ, അൽ ഇലാഹ് അതായത് അലിഫ്ലാം ചേർന്നുകൊണ്ട് ഇലാഹ് എന്ന പദത്തെ നമ്മൾ ഉച്ചരിക്കുന്നു. അൽ ഇലാഹ്. ഈ അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ് അല്ലാഹു എന്ന ഇസ്മുൽ ജലാല ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. പണ്ഡിതന്മാർ പറയുന്നത് അൽ ഇലാഹ്, അൽ എന്ന് പറയുന്നത് അൽ-തഅരീഫ് നമ്മൾ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്മുകളെ സ്പെസിഫിക് ആക്കുക എന്ന ധർമ്മമാണ് അൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് കലം, കലം കലം എന്ന് പറയുമ്പോൾ പെന്നാണ്, ഒരു പേന, ഒരു പേന എന്നാണ് അർത്ഥം. കിതാബ്, കിതാബ് ബുക്ക്, ഒരു ബുക്ക്, ഏതോ ഒരു ബുക്ക്. എന്നാൽ ഇതിന്റെ കൂടെ അല്ല് വരുമ്പോൾ എന്തായി? അൽ കലം, അൽ കലം ദ പെൻ. അൽ കിതാബ്, അൽ കിതാബ് ദ ബുക്ക്. അതാണ് അൽ എന്ന അൽ-തഅരീഫിന്റെ ഒരു ധർമ്മം. അപ്പൊ ഏതൊരു ഇസ്മിന്റെ കൂടെയും നമ്മൾ എന്താണ്, പ്രോപ്പർ നൗൺ അല്ലാത്ത, അതായത് നമ്മുടെയൊക്കെ നാമങ്ങൾ അല്ലാത്ത മറ്റ് ഇസ്മുകളുടെ കൂടെ എന്ത് ചേരും? അല്ല് ചേരും. അങ്ങനെ ചേർന്നതാണ് അൽ ഇലാഹ്. ഈ അൽ ഇലാഹിൽ നിന്നാണ് അല്ലാഹു ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അൽ-തഅരീഫ് ചെറുതായി ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഈ അൽ-തഅരീഫ് ചിലയിടങ്ങളിൽ നമ്മൾ ലാമിന് സുക്കൂൻ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കാറുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ആ ലാമിന് നമ്മൾ ഒരു ഹർക്കത്തോ സുക്കൂനോ ഒന്നും കാണുകയില്ല. അതേപോലെ തന്നെ നമ്മൾ അതിനെ ഉച്ചരിക്കാറും ഇല്ല. 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങൾ ഈ അല്ല് താരീഫിന് ശേഷം വരുമ്പോൾ ലാമിന് നമ്മൾ സുക്കൂൻ കൊടുത്തുകൊണ്ട് വായിക്കും. 14 അക്ഷരങ്ങൾ ഈ അല്ല് താരീഫിന്റെ കൂടെ വരുമ്പോൾ ലാമിന് നമ്മൾ സുക്കൂൻ കൊടുക്കില്ല, മറ്റ് ഹറക്കത്തുകൾ കൊടുക്കില്ല, അതിനെ നമ്മൾ ഉച്ചരിക്കുകയില്ല. ഉദാഹരണത്തിന് അൽ ഖമർ, അൽ ഖമർ, അൽ 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 ഖമർ. അൽ ബാബ്, അൽ ബാബ്, അൽ അൽ ബാബ്. രണ്ടാമത്തെ നോക്കിയാട്ടെ, അശ്ശംസ്, അശ്ശംസ്. ലാമിനെ നമ്മൾ ഉച്ചരിച്ചില്ല. ഈ ഹംസത്തിൽ വസിൽ നിന്ന്, ഹംസയിൽ നിന്ന് നമ്മൾ നേരെ ഷീനിലോട്ട് വന്നു. ഷീനിന് നമ്മൾ ശബ്ദ കൊടുത്തുകൊണ്ട് വായിച്ചു. അശ്ശംസ്, അശ്ശംസ്. അദ്ദീഖ്, അദ്ദീഖ്. ലാമിനെ നമ്മൾ ഉച്ചരിച്ചില്ല. തൊട്ട് ശേഷം വരുന്ന ദാൽ എന്ന അക്ഷരത്തിന് നമ്മൾ ശബ്ദ കൊടുത്തു. അദ്ദീഖ്. ഇനി ലാം എന്ന അക്ഷരം നമുക്ക് നോക്കാം. അൽ-ലഹ്മ്, അലിഫ് ലാം പ്ലസ് ലഹ്മ്. ഇത് നമ്മൾ വായിക്കുമ്പോ എഴുതുമ്പോ അൽ-ലഹ്മ്, അൽ-ലഹ്മ്. ആ അല്ലി താരീഫ് അങ്ങനെ ഉണ്ട് അവിടെ. തൊട്ട് ശേഷം ലഹ്മ് എന്ന വാക്കിലുള്ള ആ ലാമിന് നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ശബ്ദ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ വായിക്കുന്നത് അൽ-ലഹ്മ്, അൽ-ലഹ്മ്. ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതാണ്. ഈ പറയുന്ന ആദ്യത്തെ ലാമിനാണ് ലാമുൽ ഖമരിയ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലാമിനാണ് ലാമു ശംസിയ്യ എന്ന് പറയുന്നത്. അതിന്റെ വിശദമായ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കാം. അൽ ഇലാഹ്, അൽ ഇലാഹ്, അൽ ഇലാഹ്. അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ ലാമിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്, ഉച്ചരിക്കുന്നുണ്ട്. അതായത് അത് ഹംസ എന്ന അക്ഷരത്തിന്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്. ലാമുൽ ഖമരിയയാണ് അൽ ഇലാഹ്.
അൽ ഇലാഹിൽ നിന്ന് അല്ലാഹു എന്ന ഇസ്മുൽ ജലാല ഉണ്ടാവുന്നത് എങ്ങനെ എന്നതാണ് നമ്മൾ പറയുന്നത്. അൽ ഇലാഹ്. ഇവിടെ അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഹംസ ഉണ്ട്, ഹംസത്തുൽ വസിൽ. രണ്ടാമത് ലാമുണ്ട്, ലാമുൽ ഖമരിയ്യ. വീണ്ടും ഒരു ഹംസ ഉണ്ട്, ഇലാഹ് എന്ന ഇസ്മിന്റെ ഹംസ. വീണ്ടും ഒരു ലാമ്, ഒരു അലിഫ്, പിന്നെ ഒരു ഹ. ഇത്രയും അക്ഷരങ്ങളാണ് ഉള്ളത്. ഉച്ചാരണ സൗകര്യത്തിന് രണ്ടാമത്തെ ഹംസ, അതായത് ചേർത്ത് വായിക്കുമ്പോഴുള്ള രണ്ടാമത്തെ ഹംസ, അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ ആദ്യത്തിൽ ഒരു ഹംസ ഉണ്ട്, പിന്നെ ലാമുൽ ഖമരിയ്യ, പിന്നെ വരുന്നത് ഒരു ഹംസയാണ്. ഈ ഹംസ എന്താക്കാണ്, നമ്മൾ ഒഴിവാക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ചേർത്ത് എഴുതി നോക്കാം. ആദ്യം ഈ ഹംസ എഴുതി, ലാം എഴുതി, അല്ലി താരീഫിലുള്ള ലാം എഴുതി. ഈ ഹംസ നമ്മൾ ഒഴിവാക്കി. പിന്നെ വരുന്നത് ലാമാണ്, ആ ലാമിനെ നമ്മൾ എഴുതി. പിന്നെ വരുന്നത് ഒരു അലിഫുണ്ട്, ആ അലിഫ് നമുക്ക് കാണാൻ കഴിയില്ല, അതിന് കാരണം പറയാം. പിന്നെ വരുന്നത് ഹ. ഇങ്ങനെയാണ് വരിക. ഈ ലാം എന്ന അക്ഷരത്തിന്റെ മുന്നെയാണ് പിന്നെ വരുന്ന അല്ലി താരീഫ്. അതോടുകൂടി ആ ലാം എന്താവുന്നു, ലാമു ശംസിയ്യ. ആദ്യത്തേത് ഹംസക്ക് മുന്നിലായിരുന്നു അല്ലി താരീഫ്, ഹംസയെ നമ്മൾ ഒഴിവാക്കി. രണ്ടാമത് വരുന്നത് ലാമിന് മുന്നെയാണ് അല്ലി താരീഫ് വരുന്നത്. അതോടെ അത് ലാമു ശംസിയയാണ്. ലാമു ശംസിയ എന്ന് പറയുമ്പോൾ ഈ ലാമിനെ എന്താക്കും, അല്ലി താരീഫിലുള്ള ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് നമ്മൾ ലയിപ്പിക്കുകയാണ്. പറഞ്ഞല്ലോ, തൊട്ട് ശേഷം വരുന്ന അക്ഷരത്തെ നമ്മൾ എന്ത് കൊടുക്കും, ശബ്ദ കൊടുത്തുകൊണ്ടാണ് ഉച്ചരിക്കുക. ഇവിടെ ലാമുസാനി, അതായത് രണ്ടാമത്തെ ലാമിന്റെ മുകളിൽ നമ്മളൊരു ശബ്ദ കൊടുക്കുന്നു. പിന്നെ വരുന്നത് എങ്ങനെയാണ്, അല്ലാഹ്, അല്ലാഹ്. ഇതാണ് നമുക്ക് കിട്ടിയ രൂപം. അല്ലാഹു എന്നതിൽ തുടക്കത്തിലുള്ളത് അല്ലി താരീഫിന്റെ ഹംസയാണ്. ആ ഹംസ എപ്പോഴും ഹംസത്തുൽ വസിലായിരിക്കും. എന്താണ് ഹംസത്തുൽ വസിൽ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് തുടക്കത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ഉച്ചരിക്കുകയുള്ളൂ. വാക്കുകൾക്കിടയിലാണ് എങ്കിൽ നമ്മൾ അതിനെ ഉച്ചരിക്കാറില്ല. ഉദാഹരണം നോക്കാം. ഖതമല്ലാഹു, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. ഖതമല്ലാഹ്. നോക്കട്ടെ, ഇവിടെ ഖതമ കഴിഞ്ഞിട്ടാണ് അല്ലാഹു എന്ന ഇസ്മുൽ ജലാല വന്നിരിക്കുന്നത്. ആദ്യത്തെ ഹംസ നമ്മൾ എന്താക്കാറില്ല, ഉച്ചരിക്കാറില്ല. നമ്മൾ മീമിൽ നിന്ന് നേരെ എങ്ങോട്ട് പോവും, ലാമിലോട്ട് പോവും. ഖതമല്ലാഹ്, വല്ലാഹി, വല്ലാഹി, ഖതമല്ലാഹ്, വല്ലാഹി. നമ്മൾ വ അല്ലാഹ് എന്ന് പറയാറില്ല. വ അല്ലാഹ് എന്ന് പറയോ, ഇല്ല. വല്ലാഹി ഹംസത്തുൽ വസ്ൽ ആയതുകൊണ്ടാണ് നമ്മൾ അത് ഉച്ചരിക്കാത്തത്. എന്നാൽ അല്ലാഹു എന്ന ഇസ്മുൽ ജലാല തുടക്കത്തിലാണ് വരുന്നത് എങ്കിലോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അല്ലാഹു. നമ്മൾ ആ ഹംസത്തുൽ വസ്ൽ എന്താക്കി, ഉച്ചരിച്ചു. അതാണ് ആ ഹംസത്തുൽ വസ്ൽ എന്നതിന്റെ പ്രത്യേകത. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ലാം സാനിയുടെയും ഹാഇന്റെയും ഇടയിലുള്ള ആ കുഞ്ഞലിഫ് എന്തുകൊണ്ട് മുസ്ഹഫിൽ കാണാൻ കഴിയുന്നില്ല എന്നതിനെ കുറിച്ചാണ്. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തുൻ നജ്മിൽ. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത മനാത ഉസ്സ. ഈ വിഗ്രഹങ്ങളെ കുറിച്ച് എന്താണ് സൂറത്തുൻ നജ്മിൽ പടച്ചറബ് ചോദ്യം ചെയ്യുന്നുണ്ട്. ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ പറയുന്നത് മക്കയിലും മദീനയിലും ആ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ ആരാധിച്ചു പോന്ന വിഗ്രഹങ്ങളുടെ പേരാണ്. അതിൽ ലാത്ത എന്ന് പറയുന്ന ആ ഒരു വിഗ്രഹത്തിന്റെ പേര് ഇങ്ങനെയാണ് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുക. മുശ്രിക്കുകളെ ചോദ്യം ചെയ്യുന്നതാണ് രംഗം. അല്ലാത്ത്. ഈ വിഗ്രഹത്തിന്റെ പേരും ഇസ്മുൽ ജലാലയും എഴുതുമ്പോൾ സാമ്യം വരാതിരിക്കാനാണ് ആ അലിഫ്
ഒഴിവാക്കിയിരിക്കുന്നത് എന്നതാണ് പണ്ഡിതന്മാരുടെ കണ്ടെത്തൽ, പണ്ഡിതന്മാരുടെ അഭിപ്രായം. അങ്ങനെ ഒരു കാരണം പറയപ്പെടുന്നു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അടിസ്ഥാനപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് മുസ്ഹഫിൽ അങ്ങനെയാണ്, അതിനെ നമ്മൾ എന്താക്കുക, പൂർണ്ണമായി ഉൾക്കൊള്ളുക. മുസ്ഹഫിൽ എങ്ങനെയാ നമുക്ക് കാണാൻ സാധിക്കുക? അല്ലാഹ്, ആദ്യം ഹംസത്തുൽ വസ്ൽ, രണ്ടാമത്തെ ലാമിന് ശബ്ദ ഉണ്ടാകും, സാദാ ഫത്ഹാൻ ഉണ്ടാവുക, അല്ലാഹു. ഇതാണ് മുസ്ഹഫിൽ നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാഹു ഷദ്ദിന്റെ മുകളിൽ കുഞ്ഞ് അലിഫ് ഇട്ടുകൊണ്ട് നമുക്ക് മുസ്ഹഫിൽ കാണാൻ കഴിയില്ല. മുസ്ഹഫിന് പുറത്ത്, ഖുർആനിന് പുറത്ത് നമ്മൾ എന്താണ് അങ്ങനെ എഴുതാറുണ്ട്. മുസ്ഹഫിൽ നമുക്ക് ആദ്യത്തെ രൂപത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അവിടെ കുഞ്ഞ് അലിഫ് നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ ഒരു മദ്ദക്ഷരം കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ എന്താണ് അത് ഉച്ചരിക്കണം. എഴുത്തിൽ കാണില്ല, നമ്മൾ എന്താണ് പറയുമ്പോൾ അത് ഉച്ചരിക്കണം. അപ്പൊ അതിന്റെ ഒരു കാരണമാണ് അല്ലാത്ത് എന്ന് പറയുന്ന വിഗ്രഹത്തിന്റെ പേരുമായി സാമ്യം വരാതിരിക്കാനാണ് എന്ന് പറയപ്പെടുന്നത്. ഒടുവിൽ നമുക്ക് അൽ ഇലാഹ് എന്ന ഇസ്മിൽ നിന്ന് അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ഉണ്ടായത് മനസ്സിലായി. ഇതാണ് മുസ്ഹഫിൽ നമ്മൾ കാണുന്ന രൂപം. ഈ അക്ഷരങ്ങളെ എങ്ങനെ നമ്മൾ വേർതിരിച്ച് വായിക്കും എന്ന് നോക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഹംസത്തുൽ വസ്ൽ, ലാമുൽ ഊല, ലാമുസാനി, ഹ എന്നായിരുന്നു. ഒടുവിൽ നമുക്ക് എങ്ങനെയാണ് ഇത് വായിക്കുക എന്ന് നോക്കാം. ആദ്യത്തേത് ഹംസത്തുൽ വസ്ൽ, രണ്ടാമത്തെ അക്ഷരം അതായത് ലാമുൽ ഊല, ലാമുശംസിയ്യ, മൂന്നാമത്തെ അക്ഷരം അതായത് ലാമുസാനി, രണ്ടാമത്തെ ലാം, ലഫ്ദുൽ ജലാല, ലഫ്ദുൽ ജലാല, ഹു അല്ലെങ്കിൽ ഹ, ഹ. ഹംസത്തുൽ വസ്ൽ, ലാമുശംസിയ, ലഫ്ദുൽ ജലാല, ഹ. ഈ 4 അക്ഷരങ്ങൾ അടങ്ങിയതാണ് ഇസ്മുൽ ജലാല. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.